ഞാനങ്ങ് പൊട്ടിയങ്ങ് ചിരിച്ചു. ചിരിക്കുന്നതിന് മുമ്പ് സംവിധായകൻ കട്ട് പറഞ്ഞു, ഹരികുമാർ സാറ് കട്ട് പറഞ്ഞു. കട്ടെന്ന് പറഞ്ഞു. അമ്പിളി അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നിട്ട് ചിരിക്കാൻ വളരെ ലോഭം കാണിക്കുന്ന ഹരികുമാർ സാറിൽ നിന്ന് തലതല്ലി ചിരിച്ചു. കാരണം അതുകൊണ്ട് കട്ട് പറയാൻ പറഞ്ഞു. ഒരു ജഗതി ചേട്ടൻ്റെ ഒരു കഥ പറയാം. ഞങ്ങൾ എഴുന്നള്ളത്തുന്ന പടം നടക്കും. അപ്പോൾ ജഗതി ചേട്ടൻ്റെ മുറപ്പെണ്ണാണ് സിത്താര. സിത്താരയുടെ അച്ഛൻ ഇന്നസെൻ്റ് ആദ്യ ഭാര്യ മരിച്ചു, സിത്താരയുടെ അമ്മ മരിച്ചു. അപ്പോൾ പകരം ഉള്ളത് രണ്ടാം ഭാര്യയാണ്. അല്പം ഒരു മാതകത്തുള്ളൊരു തടിയാച്ചയാണ്, ഒരു പുതിയ ആൾ. അപ്പോൾ ജഗതി നടക്കുന്നത് ഒരു വലിയ കോൺട്രാക്ടറുടെ കൂടെ. അയാൾ ഭയങ്കര കാശുകാരനാണ്. അയാളുടെ ഒരു പിമ്പാണ് ജഗതി. അയാൾ പെണ്ണ് കൂട്ടിക്കൊടുക്കലാണ് പ്രധാന പണി. അന്തസ്സായിട്ടും അഭിമാനമായിട്ടാണ് പറഞ്ഞത്, അതെ ഞാൻ അതാണ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ മുതലാളിക്ക് ഈ സിത്താരയോടൊരു കണ്ണുണ്ട്. അപ്പോൾ സിത്താരയെ ഒന്ന് ഒപ്പിക്കാനായിട്ട് വരണം. അപ്പം മുതലാളിക്ക് വേറെ സന്ധ്യവാക്കിന് വന്ന് ഈ സൈഡ് ബിസിനസ് ഈ ഇന്നസെൻ്റ് ഭാര്യയായിട്ടും ഉണ്ട്. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അമ്മാവനായ മരുമാനായ ജഗതിയാണ്. അങ്ങനെ ജഗതിയും ഈ കോൺട്രാക്ടറുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ കോൺട്രാക്ടറായിട്ട് അഭിനയിച്ചത് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്, ഒരു റിട്ടയർഡ് DSP. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അപ്പോൾ ഇവർ വന്നിരുന്ന് സംസാരിക്കും. ജഗതി താഴെ ഇരിക്കും, ഈ മുതലാളി മുകളിലിരുന്ന് ഈ ഇന്നസെൻ്റ് ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സംസാരത്തിൻ്റെ രീതിയൊന്നും ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇയാൾ വരുന്നത് ഇഷ്ടമില്ലാത്ത പോലെ ഭൂമി കുലുക്കിക്കൊണ്ട് സിത്താര പാൽ വാങ്ങിക്കാനുള്ളൊരു പാത്രമായിട്ട് ഇങ്ങനെ നടന്നു പോകും. ആ നടന്നു പോകുന്നിങ്ങനെ നോക്കിയിട്ട് തിരിച്ചു വന്ന് ഇന്നസെൻ്റ് ഭാര്യയോട് ജഗതി പറയണം, മുതലാളിയെ കണ്ടപ്പോൾ പുല്ല് പോലെ. ഇത്രയും സ്ക്രിപ്റ്റിലുള്ളൂ. ഭാസുരേന്ദ്രനാണ് സ്ക്രിപ്റ്റ്, കേരളം എഡിറ്ററായിരുന്നത്, വീക്കെൻഡ് എഡിറ്ററായിരുന്ന ഭാസുരേന്ദ്രനാണ് സ്ക്രിപ്റ്റ്. മുതലാളിയെ കണ്ടപ്പോൾ പുല്ല് പോലെ, ഇത്രയേ ഉള്ളൂ. റിഹേഴ്സലെല്ലാം കഴിഞ്ഞു, ടേക്കായി. ടേക്കിൽ ഇതുപോലെ തന്നെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നു. സിത്താര നടന്നു വന്നു, സിത്താര മൈൻഡ് ചെയ്യാതെ പോയി. സിത്താര പോണത് ജഗതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് തിരിച്ചു വന്നു. മുതലാളിയെ കണ്ടിട്ട് പുല്ല് പോലെ എന്നുകൊണ്ട് ഈ അമ്മായിക്ക് പുല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് മട്ടിൽ ജഗതി വിശദീകരിക്കുന്നു. ഗ്രാസ് ഈ ചെറിയ ജഗതിയുടെ തമാശ പോലും ചിരിക്കുന്ന ആളാണ് ഞാൻ. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലതല്ലി ഞാൻ ചിരിച്ചു പോകും. എനിക്ക് കുഞ്ഞ് ഹാസ്യം മതി അമ്പിളിച്ചേട്ടൻ്റെ ചിരി കാണാൻ. ഞാനങ്ങ് പൊട്ടിയങ്ങ് ചിരിച്ചു. ചിരിക്കുന്നതിന് മുമ്പ് സംവിധായകൻ കട്ട് പറഞ്ഞു, ഹരികുമാർ സാറ് കട്ട് പറഞ്ഞു. കട്ടെന്ന് പറഞ്ഞു. അമ്പിളി അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നിട്ട് അല്ല എന്ത് സ്ക്രിപ്റ്റിലുണ്ടോ ഗ്രാസ് ഒന്നും ഇല്ല, അതൊന്നും പറയട്ടെ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ വല്ലാതായി. അമ്പിളിച്ചേട്ടൻ പറഞ്ഞ് അല്ല അതൊരു പഞ്ചാണ്, തിയേറ്ററിൽ ആളുകൾ ചിരിക്കും. അതുകൊണ്ടില്ലേ ദിനേശ് എന്ന് ചോദിച്ചാൽ ദിനേശ് ചിരിക്കുന്നതൊക്കെ ഞാൻ സിനിമയിൽ എടുക്കണമെന്ന് എന്താ വാശി, അത് വേണ്ട, ഗ്രാസ് എന്ന് പറയണ്ട. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ചിരിക്കുകയില്ല, ചിരിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. നിൻ്റെ ഗുരുനാഥൻ ഹരിവർ സാറിന് കേൾക്കാൻ വെക്കുന്നില്ല. ഇവിടെ ഒന്നും ഇങ്ങനെ ആക്കിയിട്ട് പറയുക, ഇങ്ങനെ കൈ വെച്ചിട്ട് ചിരിക്കുകയില്ല, ചിരിപ്പിക്കുകയില്ല നിൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. എടുത്തില്ല. ഹരികുമാർ സാർ അങ്ങനത്തെ ഒരുപാട് പിടിവാശി പിടിക്കുന്ന ആളാണ്. അതുപോലെ അതിൽ സിദ്ദിഖിനെയും മുകേഷിനെയും ജയറാമിനെയും കൊണ്ടൊന്ന് മദ്യപിപ്പിക്കുന്ന ഒരു സീനുണ്ട്, മദ്യപാന സീൻ. നാടൻ പട്ട ഒഴിച്ചു കൊടുക്കുന്നു ഒരു റബ്ബർ എസ്റ്റേറ്റിൽ. മദ്യം ഒഴിച്ചു കൊടുത്ത് ഇവരെല്ലാം കഴിക്കുന്ന എല്ലാം റിഹേഴ്സലെല്ലാം ഓക്കെയാണ്. മുകേഷ് അഭിനയിച്ച് തകർക്കുന്നു, ജയറാം തകർക്കുന്നു, സിദ്ദിഖ് തകർക്കുന്നു. ജഗതി മാത്രം വളരെ ഇന്നസെൻ്റായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒഴിച്ചു കൊടുത്തിട്ട്. ഡയലോഗ് പറഞ്ഞെല്ലാം ഓക്കെ, അത് മതി എന്ന് പറഞ്ഞു. ടേക്കായി. ഇവർക്ക് എല്ലാം ഡയറക്ടർ സ്റ്റാർട്ട് പറഞ്ഞു, എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്ത് അവർ കുടിക്കുന്നു. അതിനിടയ്ക്ക് ഡയലോഗ് പറയുന്നതിനിടയിൽ ജഗതി മിച്ചം വരുന്ന മദ്യം കുടിച്ചിട്ടേ അടുത്ത് നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് വച്ചാന്ന് പറഞ്ഞ ചെടിയില്ലേ, അതിനെ ഒരു പിടി പറിച്ചിട്ട് അത്രയും ചവച്ചരച്ചങ്ങ് തിന്നു. റിഹേഴ്സലില്ല, ഈ തൊട്ട് കൂട്ടുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് അത്രയും തിന്നു പുള്ളി. അല്ലാതെ ടേക്ക് കഴിഞ്ഞപ്പോൾ തുപ്പൊന്നും ചെയ്തില്ല, അത്രയും തിന്നു. ഇത് ചിരിക്കാൻ വളരെ ലോഭം കാണിക്കുന്ന ഹരികുമാർ സാറിൽ നിന്ന് തലതല്ലി ചിരിച്ചു. കാരണം അതുകൊണ്ട് കട്ട് പറയാൻ പറഞ്ഞു. ജഗതി അത്രയും തിന്നിട്ട് പിന്നെയാണ് കട്ട് പറഞ്ഞത്. നല്ല പരിപാടി ഹരി പറയാൻ, അത്രയും എന്നെ കൊണ്ട് തിന്നിച്ചല്ലോ. അത് തിയേറ്ററിൽ ഇനിയും നിങ്ങൾ എഴുന്നള്ളത്ത് കണ്ടു നോക്കും. ഈ പറഞ്ഞ 3 പേരെയും അപ്രസക്തരാക്കി. അവർ ചെയ്ത ഒന്നുമല്ലാതായി.